Hi, Namaste. Welcome back to my channel Vinchedam. സിഗ്നൽ എടുത്തിട്ട് റിവേഴ്സ് പോകുന്ന സാഹചര്യത്തിൽ പ്രോപ്പറായിട്ടൊരു എക്സിറ്റ് പോയിന്റ് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അതേപോലെ സൈഡ് വേസ് തിരിച്ചറിയുന്നത് എങ്ങനെ, ഒരു ട്രേഡ് മിസ്സാക്കി ഞാൻ നെക്സ്റ്റ് ട്രേഡ് എടുക്കുന്നത് ഏത് ലെവലിൽ നിന്നാണ്, ഇതൊക്കെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ നമ്മുടെ വിൻട്രേഡിലൂടെ കറക്റ്റായിട്ട് കണ്ടെത്താം. അതായത് ഫ്രഷേഴ്സിനൊക്കെ വരുമ്പോൾ നമുക്ക് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നവർക്കുള്ള ഡൗട്ട്സാണ് ഇതൊക്കെ. നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ ട്രെൻഡി മാർക്കറ്റൊക്കെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. അത് നമുക്ക് കണ്ടും പൂട്ടിയെടുത്താലും പ്രോഫിറ്റ് കിട്ടും. പക്ഷേ സൈഡ് വേസിൽ, അതായത് ഇന്നത്തെ നിഫ്റ്റി പോലത്തെ ചാർട്ടുകളിൽ മോർണിംഗിൽ വന്ന ട്രേഡ് നമുക്ക് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് റിവേഴ്സ് അടിച്ച് ഒരുപാട് ഫ്ലക്ച്വേഷൻ ശേഷമാണ് നമുക്കൊരു ഉച്ച കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് കയറിയത്. അപ്പം അതൊരു നല്ല അപ് ട്രെൻഡ് ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് അത്രയും നേരം സൈഡ് വേസ് നിന്നത് ഫുള്ള് നമുക്ക് ലോസ് അടിച്ച് പോയിട്ട് പിന്നെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ക്യാപിറ്റൽ നഷ്ടപ്പെട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ലോസ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിഫ്റ്റിയുടെ തന്നെ കാണിച്ചത്, അതേപോലെ നാച്ചുറൽ ഗ്യാസിൻ്റെ. അപ്പോൾ നല്ല ട്രെൻഡി മാർക്കറ്റും കണ്ടെത്താൻ സാധിക്കുന്നത് എങ്ങനെയെന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ തന്നെ ഇന്നത്തെ ലൈവ് പെർഫോമൻസ്, അതായത് നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വിളിച്ചേച്ചാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് സീമ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ലൈവ് റേറ്റ് ഇവിടെ കാണാം. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ്. അപ്പോൾ ഇതിനകത്ത് രാവിലെ ഒരു സെല്ല് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് ബൈ. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് വന്ന സെൽ സിഗ്നൽ, അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സെല്ല് കൺഫേംഡ് അല്ല. പറയാൻ കാരണം ഇവിടെ ക്യാൻഡിലെ കളർ റെഡ് ഇല്ല, താഴെ റെഡ് സെൽ സോൺ ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ റെഡ് വന്നാലേ ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ റെഡ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റ് റെഡ് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ട്രേഡ് പിടിക്കാം. അവിടെ നിന്ന് സപ്പോർട്ട് ലെവലും കൂടെ ക്രോസ് ചെയ്യണമെന്ന് നോക്കുക. അപ്പോൾ സപ്പോർട്ട് സ്ട്രോങ് ആയിരിക്കും, നല്ല ബ്രേക്ക് ഔട്ട് ആയിരിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടുത്തെ ബൈ സിഗ്നലിന് മുമ്പ് വന്ന ബൈ കണ്ടോ, അവിടെ നിന്ന് സിഗ്നൽ കൺഫേം ആയി റെസിസ്റ്റൻസ് സ്ട്രോങ് ബ്രേക്ക് ചെയ്തിട്ട് നല്ല ഹൈക്ക് അടിച്ചു. അപ്പോൾ ഇവിടുന്ന് ഒരു 2 ടാർഗറ്റോളം അടിച്ചിട്ടുണ്ട്. നല്ല ട്രേഡ് ആയിരുന്നു അത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ ട്രെൻഡ് ലൈൻ, അതായത് മാർക്കറ്റിൻ്റെ അപ് ഡൗൺസ് ലൈൻ, ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്ന ഒന്നിലേക്ക് കാലിൽ താട്ടിറങ്ങുമ്പോൾ അവിടെ എക്സിറ്റ് അടിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് സെല്ല് വന്നിപ്പോൾ കൺഫേം ആണ്. സപ്പോർട്ട് സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് നല്ല ബ്രേക്ക്ഔട്ട് നടക്കും. ഇന്നത്തെ രാവിലത്തെ നിഫ്റ്റിയുടെ മൊമെന്റിൽ സെല്ല് വന്ന് കൺഫേം ആണ്. സപ്പോർട്ട് ക്രോസ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു, പക്ഷേ സപ്പോർട്ട് സ്ട്രോങ് അല്ലായിരുന്നു, വോളിയം കുറവായിരുന്നു. അപ്പോൾ അവിടെ മാർക്കറ്റ് ഒന്ന് താട്ടിറങ്ങാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് റിവേഴ്സ്. അപ്പോൾ ആ ഓറഞ്ച് ക്യാനിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാനുള്ള സിമ്പിളാണ് തന്നിരിക്കുന്നത്. അവിടെ നിന്ന് പോർഷൻ എക്സിറ്റ് അടിച്ചു വിടാം. നമുക്കൊരു ലോസ് ഇല്ലാതെ ഹ്യൂജ് ലോസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടെ സോഫ്റ്റ്വെയർ കളർ ചേഞ്ച് സഹിതം നമുക്ക് എക്സ്ട്രാ കളർ, അതായത് ഓറഞ്ച് കളർ, ബ്ലൂ കളർ ഹോളോ ക്യാൻഡിൽസ്, അതേപോലെ വ്യത്യസ്തമായ കളർ സഹിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്ത് നമുക്ക് റിവേഴ്സ് പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാനുള്ള കറക്റ്റ് ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പ്രോപ്പർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തില്ല, അവിടെ നിന്നൊരു നല്ലൊരു എൻട്രി അല്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം സിഗ്നൽ വന്ന് കൺഫർമേഷൻ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് പോകുന്നതും കുറേ നേരം തങ്ങി നിന്ന് ആ റേഞ്ചിൽ തന്നെ കളിച്ച് പിന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ആ സിഗ്നൽ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കാൻ എളുപ്പം ഉണ്ടാവും. ചെറിയ ലോജിക് അപ്ലൈ ചെയ്ത് നമുക്കൊരു ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സൽ നമുക്ക് അവോയ്ഡ് ചെയ്ത് നല്ലൊരു ട്രേഡ് പിടിക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലത്തെ വന്ന സിഗ്നൽ അങ്ങനെയായിരുന്നു. സെല്ല് വന്ന് കൺഫേം ആയിട്ട് നമുക്ക് റിവേഴ്സ് ഇപ്പോൾ ഓറഞ്ച് തന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങാൻ നോക്കി. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ കൺഫേംഡ് ആയില്ല. കൺഫർമേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ബ്ലൂ ക്യാൻഡും ആയി. അപ്പോൾ അവിടുന്ന് ട്രേഡ് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പിന്നെ ബൈ വന്ന് തിരിച്ച് മാർക്കറ്റ് കയറുക ചെയ്ത് നല്ലൊരു ബൈ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ബൈ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് എക്സിറ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ട്രെൻഡ് ലൈൻ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി പിന്നെ തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുത്തു. കാരണം ലൈൻ ഇറങ്ങുന്ന മാർക്കറ്റിൻ്റെ ഡൗണിഷ് അല്ല, അവിടുന്ന് ഒരു പുൾ ബാക്ക് ആണ്. അവിടുന്ന് പിന്നെ തിരിച്ച് കയറുന്നൊരു മീനിങ് ഉണ്ട്. ഇപ്പോൾ ചെറിയൊരു ഡൗൺ ട്രെൻഡ്. ഇപ്പം ഇതിൻ്റെ മുമ്പത്തെ ട്രെൻഡ് അങ്ങനെ കണ്ടോ, ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങിയില്ലേ. അപ്പോൾ അവിടെ റെഡാണ്, സെല്ല് തന്നെയാണ്. താഴത്തെ കൺഫർമേഷൻ ബാർ റെഡാണ്, സെല്ല് തന്നെയാണ്. അപ്പോൾ തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. എക്സിറ്റ് അടിക്കാൻ വേണ്ടി നമുക്ക് ട്രെൻഡ് ലൈനോ എക്സ്ട്രാ കളറോ വെച്ചിട്ട് നമുക്ക് എക്സിറ്റ് അടിച്ച് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാം. അതിന് വേണ്ടി കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇന്നത്തെ നാച്ചുറൽ ഗ്യാസിൽ നോക്കുകയാണെങ്കിൽ നല്ല ഡൗൺ ട്രേഡ് ആയിരുന്നു. ഇന്നലെ നമുക്ക് സെല്ല് തന്ന് ഇന്നും കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ നെക്സ്റ്റ് ലെവൽ ഡൗണിഷിലേക്ക് നമ്മൾ സപ്പോർട്ട് ലെവൽ നോക്കിയിട്ട് തിരിച്ചറിയാം. പിന്നെ സപ്പോർട്ട് നല്ലതായിട്ട് ബ്രേക്ക് ചെയ്ത്, അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് മുമ്പ് പിന്നെയും സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഈ പോയിന്റിൽ എൻട്രി എടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് സപ്പോർട്ട് അടിച്ച് കുറച്ചുകൂടെ താട്ടിറങ്ങുമ്പോൾ നമുക്ക് റീ എൻട്രി സജഷനായിട്ട് ഇവിടെ ഈ കോർണറിൽ റീ എൻട്രി വരികയും ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ആ സപ്പോർട്ട് ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് രണ്ടാമത് എൻട്രി പിക്ക് ചെയ്യാം. ഒരു എൻട്രി മിസ്സാക്കി നെക്സ്റ്റ് എൻട്രി നമുക്ക് ആ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താം. ഇപ്പോൾ ഇവിടെ കണ്ടു, ഇവിടുന്ന് ഇറങ്ങി ഇവിടം വരെ ഇറങ്ങി തിരിച്ച് കയറാൻ നോക്കി. ഇപ്പോൾ ഇവിടുന്ന് ഒരു പുൾ ബാക്ക്, ഇവിടുന്ന് പിന്നെ തിരിച്ചിറങ്ങി. ഇപ്പോൾ ഇവിടെ രണ്ടാമത് ട്രേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈസിയാണ് കണ്ടെത്താനായിട്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ലൈവായിട്ട് പെർഫോമൻസ് അറ്റൻഡ് ചെയ്യുന്ന മനസ്സിലാക്കാൻ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.